പരിസ്ഥിതി ദിനമായി ആചരിക്കുന്ന ഈ ദിവസം ആലക്കോട് CSI ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് എന്നെ ഡെപ്യൂട്ടേഷൻ പ്രസംഗത്തിനായി അയച്ചിരിക്കുകയാണ്. ചെങ്ങന്നൂർ സെന്റ് തോമസ് ചർച്ചിൽ ഞാനൊരു 2ാം തവണയാണ് എത്തുന്നത്. എൻ്റെ പേര് മറിയ എന്നാണ്. ആദ്യമായി എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന അങ്ങാടിക്കൽ സെന്റ് തോമസ് ചർച്ച് ഇടവക വികാരിയോടും സഭാ കമ്മിറ്റി മെമ്പേഴ്സിനോടും സഭാ അംഗങ്ങളോടും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ മധ്യകേരള മഹായിടവകയുടെ പരിസ്ഥിതി ഡിപ്പാർട്ട്മെന്റിനോടും അതിൻ്റെ അധികാരികളോടും ബിഷപ്പിനോടുമുള്ള നന്ദി ഞാൻ അറിയിച്ചു. ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞു കിടക്കാം. ഇന്ന് നാം യുദ്ധങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത്. ഇസ്രായേൽ-ഇറാൻ യുദ്ധം, ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന യുദ്ധം എന്നിവ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാം നമ്മുടെ മുമ്പിലേക്ക് യുദ്ധത്തിന്റെ കാഴ്ചകൾ കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളെക്കാൾ കഴിവും ലോകപരിചയവും ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന രാജ്യങ്ങളിലെ ലോക നേതാക്കൾ ബോധമില്ലാതെ പഴയകാല ഗോത്ര നേതാക്കളുടെ തലത്തിലേക്ക് അധപതിച്ച് സർവനാശം വിതയ്ക്കുന്ന യുദ്ധങ്ങളിൽ ഏർപ്പെടുന്ന കാഴ്ച വളരെ ഖേദകരമാണ് എന്ന് പറയാതെ വയ്യ. യുദ്ധം വെറുതെ നടക്കുന്നതല്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ഒരുപാട് ചിലവ് ഉണ്ട്. റഷ്യ യുക്രൈൻ 2022 മുതൽ റഷ്യ $150 ബില്യൺ യുദ്ധത്തിനായി ചെലവഴിച്ചു. ഗാസയിലെ യുദ്ധം 2023 മുതൽ 2025 വരെ ഇസ്രായേലിന്റെ യുദ്ധച്ചെലവ് $53 ബില്യൺ ആണ്. US $18 ബില്യൺ സൈനിക സഹായം നൽകി. ഇറാൻ ഇസ്രായേൽ 2025 ജൂണിൽ തുടങ്ങിയ യുദ്ധത്തിന് ഇസ്രായേൽ $31 ബില്യൺ ബജറ്റ് വകയിരുത്തി. ഇറാന്റെ മിസൈൽ ഡ്രോൺ ചെലവ് $20 ബില്യൺ ആയി കണക്കാക്കപ്പെട്ടു. ഞാൻ ഈ ബില്യൺ എന്ന് പറയുന്നത് കൊണ്ട് ഈ തുകയുടെ വലുപ്പം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞ എല്ലാ യുദ്ധങ്ങളുടെയും ചിലവ് ഏകദേശം 3 ലക്ഷം കോടി. അതായത് 3 എഴുതി പുറകെ 13 പൂജ്യങ്ങൾ ഇട്ടാൽ എത്രയാകുമോ അത്രയും തുകയാണ്. ഈ യുദ്ധങ്ങൾ നശിപ്പിക്കപ്പെടുന്ന ജീവനുകൾ വിലമതിക്കാനാവാത്തതാണ്. ഗാസയിൽ മാത്രം 44,000 കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെട്ടത്. ഈ $1 ട്രില്യൺ ലോകമെമ്പാടും ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആശുപത്രികൾ, ശുദ്ധജലം, സ്കൂളുകൾ എന്നിവ വേണ്ടുവോളം നൽകാൻ ഉതകുന്നതാണ്. പ്രകൃതി നശിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന തുകയാണ്. 2025 പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം സൗത്ത് കൊറിയയാണ്. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അഥവാ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെ തകർക്കുക എന്നതാണ് അജണ്ട. സർക്കുലർ എക്കണോമി അഥവാ പ്ലാസ്റ്റിക്കിനെ വീണ്ടും ഉപയോഗിക്കുക എന്നതാണ് പ്രധാന പരിഹാര മാർഗമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ഓരോ തവണ ഇതുപോലെയുള്ള ആഗോള കൂടിക്കാഴ്ചകൾ നടത്തി മലിനീകരണം തടയുന്നതിനും കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും ഇരട്ടി വർധനയ്ക്ക് ഇടയാക്കുന്ന യുദ്ധങ്ങളാണ് ഇവിടെ നടത്തുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. യുദ്ധങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടിയെ നശിപ്പിക്കുകയും കുട്ടികളെ പോലെയുള്ള നിരപരാധികളെ ദുരിതത്തിലാഴ്ത്തുകയും ചെയ്തു. ലക്ഷക്കണക്കിന് മരണങ്ങൾ, മലിനമായ ജലം, തകർന്ന കൃഷിഭൂമി, കാർബൺ ഉദ്വമനം ഇവയെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ദൈവനിയോഗമാണ്. വെളിപ്പാട് 21-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവം വാഗ്ദാനം ചെയ്യുന്ന പുതിയ ഭൂമിയിലേക്ക് ഉള്ള പ്രത്യാശയോടെ നമുക്ക് പ്രകൃതിയെയും കുട്ടികളെയും സ്നേഹിക്കാം. ദൈവത്തിന്റെ മഹത്വത്തിനായി പ്രവർത്തിക്കാം. സഭയായി ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചിന്താ വിഷയം എന്നത് പരിസ്ഥിതി സൗഹൃദ ഇടവകകൾ എന്നതാണ്. നാം യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ ഭൂമിയെയും അതിലുള്ള സൃഷ്ടികളെയും പരിപാലിക്കാൻ കടപ്പെട്ടവരാണ്. അവയെ പരിപാലിക്കുമ്പോൾ നാം ദൈവത്തെ ബഹുമാനിക്കുന്നു. 1992 CSI സഭ പരിസ്ഥിതി സംരക്ഷണം ഒരു ദൗത്യമായി സ്വീകരിച്ചു. ആയതിന്റെ ഫലമായി 2009 UNDP-യുടെ പുരസ്കാരം CSI സഭയ്ക്ക് ലഭിച്ചു. 2019 UNEP-യുടെ പുരസ്കാരത്തിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു.
ഈ പ്രവർത്തനങ്ങൾ ഫലവത്താക്കാൻ സഭ ചെറുപ്പക്കാർക്കും കുട്ടികൾക്കുമായി പരിസ്ഥിതി ദൈവശാസ്ത്ര ക്ലാസുകൾ തുടർച്ചയായി നടത്തി വരുന്നുണ്ട്. ഇവിടെ നിന്ന് ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വർക്ക്ഷോപ്പുകളും ഗ്രീൻ അംബാസഡർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. ജൂൺ 6 നടത്തിയ ലോക പാർലമെന്റ് വളരെ ശ്രദ്ധേയമായ ഒരു പരിപാടിയായിരുന്നു. സഭയുടെ സ്കൂളുകളിൽ ഗ്രീൻ ഇനീഷ്യേറ്റീവ് പരിപാടികൾ നടത്തുന്നു. സ്കൂളുകൾ, ഇടവകകൾ, വീടുകൾ, കർഷകർ എന്നിവർക്ക് ഗ്രീൻ അവാർഡുകൾ നൽകുന്നു. കാർബൺ ന്യൂട്രൽ മാതൃകകൾ പിന്തുടരുവാൻ ഇടവകകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സഭയായി ഏറ്റെടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഈ പറഞ്ഞതൊക്കെയാണ്. ഇന്ന് സഭ എനിക്ക് തന്നിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചില ചിന്തകളിലേക്ക് കടക്കാം. ഭൂമിയോടും പ്രകൃതിയോടും ഉള്ള നമ്മുടെ ഉത്തരവാദിത്തം നമുക്കിതിനെ ബൈബിളിനെ ആസ്പദമാക്കി ചിന്തിക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ള വൃക്ഷങ്ങൾ, നദികൾ, മലകൾ, പക്ഷികൾ, ജന്തുക്കൾ എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രതിഫലനമാണ്. എന്നാൽ ഈ ഭൂമിയോട്, ഈ പ്രകൃതിയോട് നാം എങ്ങനെയാണ് പെരുമാറുന്നത്? ബൈബിൾ പറയുന്നു, ഈ ഭൂമി ദൈവത്തിന്റെ സൃഷ്ടിയാണ്, അവന്റെ കൈവേലയാണ്. അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. ഇന്ന് ബൈബിളിന്റെ വെളിച്ചത്തിൽ ഭൂമിയോടും പ്രകൃതിയോടുമുള്ള നമ്മുടെ ഇടപെടലിനെ കുറിച്ച് ചിന്തിക്കാം. 1. ഭൂമി ദൈവത്തിന്റെ സൃഷ്ടി. നമുക്ക് തുടക്കം ഉൽപ്പത്തി 1:1 നിന്ന് ആരംഭിക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഭൂമി ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഓരോ മരവും, ഓരോ നദിയും, ഓരോ ജീവജാലവും ദൈവത്തിന്റെ കൈവേലയാണ്. ഉൽപ്പത്തി 1:31 പറയുന്നു, ദൈവം താൻ ഉണ്ടാക്കിയതെല്ലാം നോക്കി അത് എത്രയും നല്ലതായിരിക്കുന്നു. ഈ ഭൂമി നല്ലതാണ്, കാരണം അത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രതിഫലനമാണ്. നമുക്ക് നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ ദൈവത്തിന്റെ സൗന്ദര്യം നമുക്ക് കാണാം. പക്ഷേ ഇന്ന് അത് പലപ്പോഴും വെട്ടിമാറ്റപ്പെടുന്നു. ഈ സൗന്ദര്യത്തെ നമ്മൾ അവഗണിക്കുന്നു. മരങ്ങളെ വെട്ടിക്കളയുന്നു, നദികളെ മലിനമാക്കുന്നു, വന്യജീവികൾ നശിക്കുന്നു. ഈ സൃഷ്ടിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മുടെ കേരളം നേരിടുന്ന പ്രധാന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചിലത് ഇവയൊക്കെയാണ്. അനിയന്ത്രിത മഴ മൂലം വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, ഖരമാലിന്യത്തിൽ വർധനകൾ, അവയെ ശരിയായി സംസ്കരിക്കാതിരിക്കൽ, തീരദേശ ശോഷണം, മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള കയ്യേറ്റങ്ങൾ, കടുത്ത മഴയുണ്ടായാലും വേനൽക്കാലത്ത് കടുത്ത വരൾച്ച നേരിടുക എന്നിവ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി വരുന്ന പ്രശ്നങ്ങളാണ്. ദൈവം സൃഷ്ടിച്ച ഭൂമിയും അതിലെ സർവ്വചരാചരങ്ങളും നേരിടുന്ന വെല്ലുവിളികളാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? തീർച്ചയായും മനുഷ്യർ തന്നെ. പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണക്കാരാകുന്ന ജനങ്ങൾ, അതിന്റെ ദുരിതം അനുഭവിക്കുന്നത് ദരിദ്ര ജനങ്ങളും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുമൊക്കെയാണ്. 2. നമ്മുടെ കർത്തവ്യം. ഭൂമിയുടെ കാര്യവാഹകർ അല്ലെങ്കിൽ നടത്തിപ്പുകാർ. ഉൽപ്പത്തി 2:15 ദൈവം മനുഷ്യനോട് പറയുന്നു, കർത്താവായ ദൈവം മനുഷ്യനെ എടുത്തു, ഏതും തോട്ടത്തിൽ വെച്ചു, അതിനെ നോക്കുവാനും കാത്തു സൂക്ഷിക്കണം. ഇവിടെ ദൈവം മനുഷ്യനെ ഭൂമിയുടെ കാര്യവാഹകനാക്കി. നോക്കുക എന്നും കാത്തു സൂക്ഷിക്കുക എന്നുമുള്ള വാക്കുകൾ ശ്രദ്ധിക്കുക. ഈ ഭൂമി നമുക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വിശുദ്ധ ഉത്തരവാദിത്തമാണ്. അത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാനുള്ളതല്ല, മറിച്ച് ദൈവത്തിന്റെ മഹത്വത്തിനായി സംരക്ഷിക്കാനുള്ളതാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഉത്തരവാദിത്തം നിറവേറ്റുന്നത്? നമ്മുടെ വീടിന് ചുറ്റുമുള്ള മാലിന്യം നീക്കം ചെയ്യുന്നുണ്ടോ? വെള്ളം പാഴാക്കാതെ ഉപയോഗിക്കുന്നുണ്ടോ? മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നുണ്ടോ? ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്നുണ്ടോ? ഈ ചെറിയ കാര്യങ്ങൾ പോലും ദൈവത്തിന്റെ സൃഷ്ടിയെ സംരക്ഷിക്കാനുള്ള നമ്മുടെ ശ്രമമാണ്. അതോടൊപ്പം ഏതാനും ചില വ്യത്യസ്തരായ പരിസ്ഥിതി പ്രവർത്തകരെ പറ്റി കൂടി പറയാം. പ്രകൃതി സംരക്ഷണ ബോധവൽക്കരണത്തിന്റെ മുൻനിര പോരാളിയായ ബാലൻ പാലക്കാട്, മാങ്കുറിശ്ശി, കല്ലുമൂശ്ശേരി,
സ്വദേശിയാണ്. അരങ്ങാട്ട് വീട്ടിൽ ദേവിന്റെയും കണ്ണമ്മയുടെയും മകനാണ്. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലായി മാവ്, പ്ലാവ്, പുളി, ഉങ്ങ്, തെങ്ങ്, നെൽ, ഞാവൽ, വേപ്പ്, പന, മുള തുടങ്ങി 25 ലക്ഷത്തോളം തൈകൾ കല്ലൂർ ഭാഗം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. 100 ഏക്കറിലധികമുള്ള തരിശു കിടന്ന കുന്നിൻ പ്രദേശം വർഷങ്ങൾ നീണ്ട പ്രയത്നം കൊണ്ട് പച്ചപ്പിടിപ്പിച്ച ആളാണ് ഭാഗം. വേനൽക്കാലത്ത് കാട്ടിലെത്തി വന്യമൃഗങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും നൽകി മലയിലെ പാറകൾക്കിടയിൽ കുഴി ഉണ്ടാക്കി പക്ഷികൾക്കും പ്രാണികൾക്കും വെള്ളം എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിരുന്നു. വനമിത്ര, കേരളമിത്ര, ബയോഡൈവേഴ്സിറ്റി, ഭൂമിമിത്ര തുടങ്ങിയ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. അടുത്തത് ശ്രീജ എയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. തെലങ്കാനയിലെ ഗാദ്വാൾ ജില്ലയിലെ ചിന്തൽകുന്ത ജില്ലയിലെ ഹൈസ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശ്രീജ എ പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിക്കാതെ തൈകൾ വളർത്താനുള്ള ഒരു പരിഹാരം കണ്ടു. സ്കൂളിന്റെ വാർഷിക തൈ നടൽ പ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ മണ്ണ് തോണ്ടി തൈ നടാൻ ശ്രമിച്ചപ്പോൾ മണ്ണിനടിയിൽ പ്ലാസ്റ്റിക് ബാഗ് പൊതിഞ്ഞിരിക്കുന്നത് കണ്ടെത്തി. പ്ലാസ്റ്റിക്കിന്റെ പരിസ്ഥിതി വിനാശകരമായ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കിയതിനാൽ അതിന് ഒരു സുസ്ഥിര പരിഹാരം കണ്ടെത്താൻ അവൾ ദൃഢനിശ്ചയം കൊണ്ടു. ഏതാനും ചില മാസങ്ങളുടെ ഗവേഷണത്തിന് ശേഷം 14 വയസ്സുകാരിയായ ആ കുട്ടി നിലക്കടലയുടെ തൊലി കൊണ്ട് ഒരു ബയോഡിഗ്രേഡബിൾ ചട്ടി നിർമ്മിച്ചു. ഗാദ്വാൾ ജില്ലയിലെ നിലക്കടല കൃഷി വ്യാപകമാണ്. തൊലികൾ സാധാരണയായി പൊടിച്ച് പൾപ്പാക്കി വളമായി ഉപയോഗിക്കുന്നുവെന്ന് ശ്രീജയ്ക്കറിയാമായിരുന്നു. തൊലികളിൽ ഫോസ്ഫറസ്, കാൽഷ്യം ധാരാളമുണ്ടെന്നും അവയ്ക്ക് വെള്ളം നിലനിർത്താനും പതുക്കെ വിഘടിക്കാൻ കഴിയുമെന്നും അവൾക്ക് മനസ്സിലായി. അരികിലുള്ള ഒരു മില്ലിൽ നിന്ന് തൊലികൾ ശേഖരിച്ച ശ്രീജ അവയെ മിക്സറിൽ പൊടിച്ച് വെള്ളം ചേർത്ത് പൾപ്പാക്കി ഒരു വാട്ടർ ബോട്ടിലിന്റെ ആകൃതിയിൽ കപ്പ് രൂപപ്പെടുത്തി ഒരു പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചു. അവളുടെ ആദ്യ ശ്രമം വിജയിക്കാതെ പോയെങ്കിലും ഗണിത അധ്യാപകനായ അഗസ്റ്റിൻ പി എന്ന മാർഗദർശിയുടെ സഹായത്തോടെ പ്ലാന്റർ ശക്തമാക്കാൻ അവൾ ചില അധിക പ്രകൃതിദത്ത ചേരുവകൾ ചേർത്തു. ഒരു വേപ്പ് തൈ ഈ പ്ലാന്റിൽ നട്ട് സ്കൂളിൽ മണ്ണിൽ പുതച്ചു വെച്ച് ശ്രീജ അതിന്റെ ശക്തി പരീക്ഷിച്ചു. ക്രമമായി നിരീക്ഷിച്ചതിനു ശേഷം 20 ദിവസത്തിനുള്ളിൽ കപ്പ പൂർണ്ണമായി വിഘടിക്കുകയും യാതൊരു ദോഷകരമായ രാസവസ്തുക്കളും അവശേഷിക്കാതിരിക്കുകയും ചെയ്തതായി അവൾ ശ്രദ്ധിച്ചു. പ്ലാസ്റ്റിക് ചട്ടികളുടെ ഉപയോഗം ഇല്ലാതാക്കാനുള്ള ശ്രീജയുടെ സുസ്ഥിര പരിഹാരം വ്യാപകമായി അംഗീകരിക്കപ്പെട്ടു. 3. പ്രകൃതിയോടുള്ള ദൈവത്തിന്റെ സ്നേഹം. സങ്കീർത്തനം 24-ാം അധ്യായം 1-ാം വാക്യം പറയാം. ഭൂമിയും അതിലുള്ളവയെല്ലാം ലോകവും അതിൽ വസിക്കുന്നവരും യഹോവയ്ക്കുള്ളതാണ്. ഭൂമി ദൈവത്തിൻ്റെതാണ്, അവന്റെ കൈവശമാണ്. അതിനെ സ്നേഹിക്കുന്നവരും പരിപാലിക്കുന്നതും ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ ഭാഗമാണ്. യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചു, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ അയൽക്കാർ മനുഷ്യർ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുള്ള ജീവജാലങ്ങളും പ്രകൃതിയും ഉൾപ്പെടുന്നു. നാം പ്രകൃതിയെ ദുരുപയോഗം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയെ അപമാനിക്കുകയാണ്. മലിനീകരണം, വനനശീകരണം, അമിതമായ വിഭവ ഉപയോഗം ഇവയെല്ലാം ദൈവത്തിന്റെ നന്മയ്ക്ക് വിരുദ്ധമാണ്. എന്നാൽ നാം പ്രകൃതിയെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയോടുള്ള നമ്മുടെ ബഹുമാനം പ്രകടിപ്പിക്കുന്നു. 4. പ്രകൃതി ദൈവത്തിന്റെ മഹത്വത്തിന്റെ സാക്ഷ്യമാണ്. സങ്കീർത്തനം 19-ന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കും, ആകാശം ദൈവത്തിന്റെ മഹത്വം വിളംബരം ചെയ്യും, വാനം അവന്റെ കൈവേലയെ പ്രസ്താവിക്കും. നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഒരു സാക്ഷ്യമാണ്. ഓരോ സൂര്യോദയവും ഓരോ പുഷ്പവും ഓരോ കാറ്റിന്റെ തലോടലും ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഈ സൗന്ദര്യം നശിക്കുമ്പോൾ നാം ദൈവത്തിന്റെ മഹത്വത്തെ ഒരു ഭാഗം നഷ്ടപ്പെടുത്തുകയാണ്.
നമുക്കൊരു ഉദാഹരണം ചോദിക്കാം. ഒരു കലാകാരൻ അതിമനോഹരമായ ഒരു ചിത്രം വരച്ചു. ആ ചിത്രത്തെ നശിപ്പിക്കുന്നത് കലാകാരനോടുള്ള ഒരു അനാദരവാണ്. അതുപോലെ ദൈവത്തിന്റെ സൃഷ്ടിയെ നശിപ്പിക്കുന്നത് അവനോടുള്ള ഒരു അനാദരവാണ്. അതിനാൽ നാം പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഒരു ഉത്തരവാദിത്തം മാത്രമല്ല, ദൈവത്തോടുള്ള ഒരു ആരാധനയുടെ ഒരു രൂപം കൂടിയാണ്. ബൈബിൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ബൈബിൾ നമ്മെ പ്രചോദിപ്പിക്കുന്നു. നിന്റെ പ്രവർത്തികൾ എല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഈ ഭൂമിയെ സംരക്ഷിക്കുന്നതിലൂടെ നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ചില പ്രായോഗികമായ നിർദ്ദേശങ്ങളാണ് മാലിന്യം കുറയ്ക്കുന്നതും മാലിന്യങ്ങൾ റീസൈക്കിൾ ചെയ്യുന്നതും പ്ലാസ്റ്റിക് ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറുന്നതും മാലിന്യം വലിച്ചെറിയുന്നത് തടയുകയും ചെയ്യുന്നത്. വെള്ളം, വൈദ്യുതി, ഇന്ധനം എന്നിവ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുക. ലോക്കൽ ഫുഡ് സോഴ്സുകൾ വാങ്ങുക. ഏറ്റവും അടുത്ത് കിട്ടുന്ന പച്ചക്കറി, ഇറച്ചി, മുട്ട എന്നിവ ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. മരങ്ങൾ നടുക. കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുക. അവബോധം പ്രചരിപ്പിക്കുക. നമ്മുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുക. പുതിയ ഭൂമിയിലേക്കുള്ള പ്രത്യാശ. അവസാനമായി ബൈബിൾ നമുക്ക് ഒരു വലിയ പ്രത്യാശ നൽകുന്നു. വെളിപാട് 21-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പിന്നെ ഞാൻ ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. ദൈവം ഒരു ദിവസം ഈ ഭൂമിയെ പുതുക്കും. എന്നാൽ അതുവരെ ഈ ഭൂമിയെ സ്നേഹിക്കാനും പരിപാലിക്കാനുമുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. നമ്മുടെ ഓരോ പ്രവർത്തികളും ദൈവത്തിന്റെ പുതിയ സൃഷ്ടിയിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ്. സഭയായി നമുക്ക് ഈ ചുവടുവെപ്പിലേക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ സഭകളിൽ പരിസ്ഥിതി സൗഹൃദ സംരക്ഷണ പരിപാടികൾ സംഘടിപ്പിക്കുക. കഴിയുന്ന സഭകൾക്കും വ്യക്തികൾക്കും സൗരോർജ വൈദ്യുത പദ്ധതികളിലേക്ക് മാറാവുന്നതാണ്. സാധിക്കുന്നവർക്ക് അവരവരുടെ സഭകളിലും വീടുകളിലും നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും മറ്റും കൃഷി ചെയ്യുക. അതുപോലെ സാധിക്കുന്നവർക്ക് മഴവെള്ള സംഭരണി പോലെയുള്ള ജലശേഖരണ മാർഗങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, തുണിസഞ്ചി പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക എന്നിവ നമുക്ക് ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങളാണ്. ഈ ചെറിയ കാര്യങ്ങൾ പക്ഷെ വലിയ ഫലം തരുന്നവയാണ്. നമ്മളാലാകുന്നത് ചെയ്തുകൊണ്ട് നമുക്ക് ഭൂമിയുടെ പുറത്ത് ഏൽക്കുന്ന ആഘാതത്തെ കുറയ്ക്കുവാനായി ശ്രമിക്കും. അപ്രകാരം ചെയ്യുന്നത് ദൈവത്തിന് നാം അർപ്പിക്കുന്ന സ്തോത്രവും സ്തുതികളും ആണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ഈ പ്രകൃതി ദിന ന്യായം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യുദ്ധങ്ങളും പ്രകൃതി ശോഷണങ്ങളും മനുഷ്യനാശങ്ങളും ഒന്നുമില്ലാത്തൊരു ലോകം സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ ലോകം ഭരിക്കുന്ന അല്ലെങ്കിൽ ലോകം നടത്തുന്ന നേതാക്കന്മാർക്ക് നല്ല ബുദ്ധി കൊടുക്കുന്നതിനായി ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമി ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അത് നമുക്ക് ഏൽപ്പിക്കപ്പെട്ട ഒരു വിശുദ്ധ ഉത്തരവാദിത്തമാണ്. നമുക്ക് ഈ ഭൂമിയെ സ്നേഹിക്കാൻ, സംരക്ഷിക്കാൻ, ദൈവത്തിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കാം. ഓരോ ചെറിയ പ്രവൃത്തിയും മരം നടുന്നതോ വെള്ളം ലാഭിക്കുന്നതോ മാലിന്യം കുറയ്ക്കുന്നതോ ദൈവത്തോടുള്ള നമ്മുടെ ആരാധനയുടെ ഭാഗമാണ്. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ ഈ മനോഹരമായ സൃഷ്ടിയെ കാത്തു സൂക്ഷിക്കാം, അവന്റെ മഹത്വത്തിനായി ജീവിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, സ്വർഗ്ഗസ്ഥ ഇന്ന് ഈ പകൽക്കാലത്തോടെ വന്നു ചേർന്നിരിക്കുന്നവരെയും വരാൻ കഴിയാഞ്ഞവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. യാതൊരു ആപത്തനർത്ഥവും ഉണ്ടാകാതെ മടങ്ങാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണല്ലോ ദൈവമേ. കൃപയോടെ കേട്ട് ഇത്രയും നല്ലതാണ് ഞാൻ